Hello everyone, welcome to Disha Academy. അങ്ങനെ നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്നായിട്ടുള്ള SSC MTS ഹവൽദാറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ SSC MTS ഹവൽദാർ എന്ന് പറയുന്നത് ഇപ്പോൾ SSC CGLന്റെ ആപ്ലിക്കേഷൻ ലൈവ് ആണ്, CHSന്റെ ലൈവ് ആണ്, അതുപോലെ MTSന്റെ ആപ്ലിക്കേഷനും ലൈവ് ആണ്. പ്രധാനപ്പെട്ട എക്സാമുകൾ CGL എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, CHSL എന്ന് പറഞ്ഞാൽ +2 ലെവൽ എക്സാമിനേഷൻ ആൻഡ് MTS എന്ന് പറയുന്നത് 10th ലെവൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്താണെന്ന് കംപ്ലീറ്റ്ലി നോക്കാം. അപ്പോൾ MTSും ഹവൽദാറും രണ്ട് ഡിഫറെന്റ് പോസ്റ്റ് ആണ്, പക്ഷേ ഒരൊറ്റ എക്സാമിനേഷൻ ആണ്. അത് തന്നെയാണ് അതിന്റെ വലിയൊരു കാര്യം. MTS എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്, അതായത് ക്ലറിക്കൽ പോസ്റ്റ് ആണ്. ഓക്കെ, ക്ലറിക്കൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇതിൽ വരുന്നത്, MTS പോസ്റ്റ് ആയിട്ട് വരുന്നത്. ഹവൽദാർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ആണ്, സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിംഗ് ആണ് ഹവൽദാർ എന്ന് പറയുന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്ന. ഒരൊറ്റ എക്സാമിനേഷൻ ആണ്, 2 കട്ട് ഓഫ് വരുമെന്ന് മാത്രമേ നമുക്ക് ഇതിലൊരു വ്യത്യാസം വരുന്നുള്ളൂ. MTSും ഹവൽദാറും ഒരൊറ്റ എക്സാമിനേഷൻ ആണ്. SSC MTS 2025 വരുന്ന പോസ്റ്റുകളാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. മറ്റ് എക്സാമുകളിൽ നിന്ന് ഇത് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണ്, ഒരൊറ്റ ടയർ എക്സാമിനേഷൻ ആണ് വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ ഏതൊരു എക്സാമിനേഷൻ എടുത്ത് നോക്കിയാലും നമുക്ക് എന്തുണ്ട്, കുറച്ച് കടമ്പകൾ കടന്നു പോവേണ്ടി വരും. ടൈപ്പിംഗ് ടെസ്റ്റുകൾ, ടയർ 2കൾ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ലോങ് പ്രോസസ്സ് വരുന്നുണ്ട്. അതേസമയം SSC MTS പോലൊരു എക്സാമിനേഷൻ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടയറിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒരു ജോലിയിൽ എത്തുകയാണ്. അതും കേന്ദ്ര സർക്കാരിന്റെ കീഴിലൊരു ജോലിയിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജ് ടയർ 1 മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഇതിൽ പിന്നെ അഡീഷണൽ പറയാനുള്ളത് ഹവൽദാർ അല്ലേ. ഹവൽദാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റ് ആണ്. ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുമ്പോൾ അയാൾക്ക് അത്യാവശ്യം ഫിസിക്ക് റെഡി ആണോ എന്ന് നോക്കണ്ടേ. അതുകൊണ്ട് ഒരു ചെറിയ ഒരു രീതിയിലുള്ള ഒരു ഫിസിക്കലും കൂടെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് എക്സാമുകൾക്കുള്ള ഫിസിക്കൽ പോലെയല്ല, ജസ്റ്റ് വാക്കിംഗ് മാത്രമാണ് അവിടെ ഫിസിക്കലായിട്ട് വരുന്നത്. MTSന് എന്തില്ല, ഫിസിക്കൽ ഇല്ല. ഹവൽദാറിന് ഒരു ചെറിയ ഫിസിക്കൽ, അതായത് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഫിസിക്കൽ, ഇത്ര ടൈം കൊണ്ട് ഒരു സ്ഥലം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 100 മീറ്റർ അല്ലെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വാക്ക് ചെയ്ത് നടന്നു പോയി എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയർ മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ പരീക്ഷ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാനുള്ളൂ, എഴുതാനുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് 10th ലെവൽ എക്സാമിനേഷൻ ആണ് അല്ലെ. 10th ലെവൽ SSLC ലെവൽ എക്സാമിനേഷൻ ആണ്. പക്ഷെ നിങ്ങളുടെ ഏജ് എത്രയായിരിക്കണം, 18 to 27 ഇടയ്ക്കാണ് പറയുന്നത്. 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പക്ഷെ എന്താണ്, 10ാം ക്ലാസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് +2 ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും 10ാം ക്ലാസ്സിന്റെ യോഗ്യത വെച്ചിട്ടാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അതിപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെന്നുള്ളൊരു ആ ഒരു പ്രശ്നം ഒന്നുമില്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, MTS എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ്, ലോവർ ഗ്രേഡ് പോസ്റ്റുകളാണ്. അതായത് ഇതിനേക്കാളും മുകളിലാണ് CHSL നമ്മുടെ CGL പോലുള്ള എക്സാംസ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ട്രൈ ചെയ്യാം. ഇതെന്ന് പറയുന്നത് എന്താണ്, 10ാം ക്ലാസ് ലെവലിലുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അതായത് 10th ലെവലിൽ നിൽക്കുന്ന ഒരു എക്സാം ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത് വരുന്നത് 2 പോസ്റ്റുകളാണ്, MTSും ഹവൽദാറും ഒരൊറ്റ എക്സാമിനേഷൻ ആണ് വരുന്നത്. രണ്ടിനും സെപ്പറേറ്റ് കട്ട് ഓഫ് വരും. എപ്പോഴും MTSന് എന്താണ്, ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. കാരണം MTS കുറച്ചും കൂടെ ക്ലറിക്കൽ പോസ്റ്റ് ആയതുകൊണ്ട്. ഹവൽദാറിന് ഫിസിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 5-6 വ്യത്യാസം, 5-6 മാർക്കിന്റെ വ്യത്യാസമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. അതൊന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 2 പോസ്റ്റ് ആണ്, എന്താണ്, ഒരൊറ്റ എക്സാമിനേഷൻ ആണ്. പിന്നെ വരുന്നത് 18 to 27 വയസ്സാണ്. രണ്ടും എന്താണ് പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ MTSന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 25, ഹവൽദാറിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 27. ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട് കേട്ടോ. ഒരൊറ്റ എക്സാം ആണെങ്കിൽ പോലും 18 to 25 MTSകാർക്ക് അപ്ലൈ. അപ്പോൾ 2 പേർക്ക് പ്രിഫറൻസ് കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ലിമിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് വയ്ക്കാം. അല്ലെങ്കിൽ ജോബിന്റെ ആ ഒരു നിലവാരം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ജോബാണ്, ക്ലറിക്കൽ ജോബാണോ അല്ലെങ്കിൽ എന്താണ് ഹവൽദാർ ജോബാണോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഏത് വേണം പ്രിഫറൻസ് കൊടുക്കാം. പക്ഷേ എപ്പോഴും നല്ലത് MTS ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ്. MTS വെച്ചിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, ഹവൽദാർ വയ്ക്കുക. എന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ പ്രിഫറൻസ് ആയിട്ട് ഹവൽദാർ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി അടുത്ത ഫോക്കസ് ഏരിയ വരുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരെയും ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു അടി എന്ന് പറയുന്നത് മാത്സ് സബ്ജക്റ്റ് ആണ് അല്ലെ. മാത്സ് ഇച്ചിരി പാടാണെന്ന് പറയുന്നവരാണ്, അല്ലെങ്കിൽ മാത്സ് ചെയ്യാൻ അറിയാത്തവരെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ജി കെ. ഇംഗ്ലീഷ് ജി കെ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്കിംഗ് സ്കീം വരുന്നത് കേട്ടോ, മാർക്കിംഗ് സ്കീം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത്രയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ള ഒരു എക്സാമിനേഷനാണ്. അതെന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. മാക്സിമം നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ SSC MTS 2025 സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. ഇപ്പം വാക്കൻസി നോർമലി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം 9,000 പുറത്ത് വാക്കൻസി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10,000 അടുപ്പിച്ച് നിൽക്കുന്ന വാക്കൻസി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാക്കൻസി ഇതിപ്പോൾ വിളിച്ചതേ ഉള്ളൂ, ഇനി വരാൻ പോകുന്ന എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ അവർ എന്ത് ചെയ്യാം, വാക്കൻസി വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് 1075 ഹവൽദാർ പോസ്റ്റ് മാത്രമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് MTS ഇല്ല എന്നുള്ളതല്ല, MTS ഉണ്ട്, ഹവൽദാറാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് MTS തന്നെ നിങ്ങൾ പ്രിഫറൻസ് വയ്ക്കൂ, ഹവൽദാർ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും MTSന്റെ വാക്കൻസി വിളിക്കാനുള്ള ചാൻസസ് നല്ലപോലെ തന്നെ ഉണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം 10,000 അടുപ്പിച്ച് നിൽക്കുന്ന വാക്കൻസി ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ 6,000 പുറത്ത് വാക്കൻസീസ് എന്താണ്, 6,000 പുറത്ത് വാക്കൻസി MTSനും അതുപോലെ തന്നെ 3,000 പുറത്ത് വാക്കൻസി എന്തിനും ഉണ്ടായിരുന്നു, ഹവൽദാറിനും ഉണ്ടായിരുന്നു. ഇപ്പം ഹവൽദാർ മാത്രമേ വന്നിട്ടുള്ളൂ 1075 പോസ്റ്റ്. പക്ഷേ കൂടും കേട്ടോ, ഉറപ്പായിട്ടും കൂടുന്നതാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടത്തിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർ ആ ഒരു കാൽക്കുലേറ്റിംഗ് ഫേസിൽ നിൽക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 26 ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 30 ജൂണായി. 26 ജൂൺ തൊട്ട് നിങ്ങൾക്ക് എന്താണ് ആപ്ലിക്കേഷൻ ലൈവ് ആണ്. 24 ജൂലൈ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 24 ജൂലൈ വരെ അപ്ലൈ ചെയ്യാം. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഒരൊറ്റ CBT പേപ്പറാണ്. അതായത് ഒരു ഓൺലൈൻ ടെസ്റ്റ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് എന്താണ്, ഫിസിക്കൽ. ഞാൻ പറഞ്ഞ പോലെ ഹവൽദാറിന് ഫിസിക്കൽ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അതിലൊന്നും ഒരു ടെൻഷനും ഇല്ല. നമുക്ക് കടന്നു പോകേണ്ട ഒരേ ഒരു സ്റ്റേജ് ഏതാണ്, ഒരു ഫസ്റ്റ് ലെവലായിട്ടുള്ള ഓൺലൈൻ എക്സാമിനേഷൻ. എക്സാം മോഡ് എന്താണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. സാലറി നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ ലെവൽ 1 പേ ആണ് വരുന്നത്. 7th പേ കമ്മീഷൻ അനുസരിച്ചിട്ടുള്ള ലെവൽ 1 പേ ആണ് വരുന്നത്. ഏകദേശം എത്രയാണ്, 18,000 ആണ് ഇപ്പോൾ പറയുന്നത്. 8th പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ചേഞ്ചസ് ഉണ്ടാവും. എന്നാലും മിനിമം സാലറി വരുന്നത് 18,000 നിന്ന് തുടങ്ങി 22,000 വരെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ HR പോലെയുള്ള പല അലവൻസും ആഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. 30,000 അടുത്ത് നിൽക്കുന്ന സാലറി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പം അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട. സാലറി സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണോ, നിങ്ങളുടെ കയ്യിൽ സാലറി ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഏതെന്ന് പറയുന്നത്, MTS എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഒരിക്കലും ഇത് എൻഡ് ആണെന്ന് കരുതരുത്. ഇതിൽ നിന്ന് നിങ്ങൾ തുടങ്ങി CGL വരെ എത്തണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണെന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് www.ssc.gov.in. എന്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, വെബ്സൈറ്റ് വഴി കയറുക, അല്ലെങ്കിൽ മൈ SSC എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ചേഞ്ച്, ഒരു മിസ്റ്റേക്സ് മാക്സിമം വരുത്താണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഡേറ്റ്സിൻ്റെ കാര്യം നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. 26 തുടങ്ങി 24 ജൂലൈ 24 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24 തന്നെയാണ്. ഫീ പേയ്മെൻറ്റിനുള്ളത് 25-നാണ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫീ പേയ്മെൻറ്റും ഈ പറയുന്ന ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഒരേ സമയം തന്നെ ചെയ്യുക. അല്ലെങ്കിൽ അത് പെൻഡിങ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ട് പെൻഡിങ് പ്രോസസ്സ് കൃത്യമായിട്ട്, ആ ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എന്തുണ്ട്, കറക്ഷൻ വിൻഡോ പിന്നെ ഓപ്പൺ ആക്കും. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ CGL അപ്ലൈ ചെയ്താലും CHS അപ്ലൈ ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിസ്റ്റേക്സ് മാക്സിമം വരുത്താണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാൻ. കാരണം പിന്നെ എന്ത് ചെയ്യും, ഈ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. വലിയ നമ്മളിപ്പോൾ അറിയാണ്ട് ഒരു മിസ്റ്റേക്ക്, അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 29 തൊട്ട് 31/7 വരെ നിങ്ങൾക്ക് സമയമുണ്ട് ചേഞ്ച് ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫീസ് വെറും 100 രൂപയാണ് അല്ലേ. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 100, അതായത് ആൺകുട്ടികൾക്ക് എല്ലാവർക്കും, ജനറൽ OBC EWS പെടുന്നവർക്കൊക്കെ 100 രൂപയാണ്. SC ST-കാർക്കും എക്സ് സർവീസ്മാൻ PWD ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും വിമൺ കാൻഡിഡേറ്റ്സിനും എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അവർക്ക് ഫീസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ വിമൺ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫീസ് കൊടുക്കണ്ട. പക്ഷേ അടുത്തിനി ഒരു കറക്ഷൻ ഡേറ്റിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളുക. ഫസ്റ്റ് കറക്ഷൻ 200 രൂപയും സെക്കൻഡ് കറക്ഷൻ 500 രൂപയും ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വെറും 100 രൂപ അടയ്ക്കുമ്പോൾ പിന്നെ കറക്ഷൻ വരുമ്പോൾ എത്ര അടയ്ക്കേണ്ടി വരുന്നുണ്ട്, 100 + 200 കൂടെ അടയ്ക്കേണ്ടി വരെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് കറക്ഷൻ മാക്സിമം വരുത്താണ്ടിരിക്കാൻ നോക്കുക.
ഒരു സാധനം അവർ ചുമ്മാ ചെയ്ത് തരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്കുള്ള ടൈം, നല്ല ടൈമുണ്ട് നിങ്ങൾക്ക്, ആ ടൈമിനുള്ളിൽ ഒരു 2-3 ദിവസം എടുത്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, റീചെക്ക് ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനില്ല, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല. പക്ഷേ എല്ലാം കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ ഒരു പറയുന്ന ടൈം ലൈൻ, അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടൈം ലൈൻ ഉണ്ട്. ഏതാണോ ഈ എക്സാമിൻ്റെ ഈ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ഇതാണ് ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ. ഈ ടൈം ലൈനിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോണം. കാരണം ഇതൊന്നും ഇപ്പോഴല്ല പ്രശ്നം വരുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആകുമ്പോൾ പ്രശ്നമാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അഫിഡവിറ്റ് എടുക്കേണ്ടി വരും. അഫിഡവിറ്റ് നിങ്ങൾ കോർട്ടിൽ, നിയർ ബൈ കോർട്ടിൽ ചെന്നാണ് എടുക്കേണ്ട. പ്രോസസ്സൊക്കെ വലുതാണ്. അതുകൊണ്ട് വെറുതെ അതിലേക്ക് പോവാണ്ട് മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള രേഖകളൊക്കെ ഭയങ്കരമായിട്ടും കീപ്പപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ നോക്കി തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സാം വരുന്ന അറിയാമല്ലോ, സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലാണ് എക്സാം വരുന്നത്. 20 സെപ്റ്റംബറിനും 24 ഒക്ടോബറിനും ഇടയിലാണ് എക്സാം വരുന്നത് കേട്ടോ. അതിനുള്ളിൽ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചാലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ഒരു എക്സാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം നന്നായിട്ട്. അപ്പോൾ ഹവൽദാറിൻ്റെ നമുക്ക് വന്നത് 1075 വാക്കൻസി എന്ന് പറഞ്ഞു. TBA അതായത് നമ്മുടെ ഏതാണ് MTS ടു ബി അനൗൺസ്ഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ടു ബി അനൗൺസ്ഡ് ഇത് കാണുന്നുണ്ടല്ലോ, ടു ബി അനൗൺസ്ഡ് TB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹവൽദാറിന് വന്നിരിക്കുന്നത് URന് 447 വാക്കൻസി, SCക്ക് 137, STക്ക് 90, OBCക്ക് 267, EWSന് 134. ഏകദേശം അത്യാവശ്യം നല്ല വാക്കൻസി വിളിച്ച് എന്ന് വെച്ചാൽ വന്നിട്ടുള്ളതിൽ എല്ലാ പേർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ സ്ഥലത്തിന് ഓരോ സോൺ അനുസരിച്ച്. നമുക്കറിയാം ഓൾ ടോട്ടൽ ആയിട്ടുള്ള വാക്കൻസിയാണ് വിളിക്കുന്നത്. 1075 എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ വാക്കൻസിയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോബ് പോസ്റ്റിംഗ് കിട്ടാം. ഇന്ന സ്ഥലത്ത് തന്നെ കിട്ടണമെന്നില്ല, നമുക്കൊരു പ്രിഫറൻസ് കൊടുക്കാം. എങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ കിട്ടണമെന്ന് ഇല്ല. വാക്കൻസി അനുസരിച്ചായിരിക്കും കിട്ടുന്നത്, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ CGST എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ GST ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് തിരുവനന്തപുരത്ത് ഹവൽദാറും അതുപോലെ തന്നെ കസ്റ്റംസിലും ഉണ്ട്, CGSTയിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. CGST ആണെന്നും ഡയറക്ടറേറ്റിലായിരിക്കും നിങ്ങൾക്ക് ജോലി വരുന്നതെന്നും കസ്റ്റംസിലുണ്ട്. ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ നല്ലതാണ്. MTS എക്സാം എഴുതി ക്ലിയർ ആവുന്നതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ അത്യാവശ്യം നല്ല മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ്. കസ്റ്റംസ്, ഇൻകം ടാക്സ്, ഡയറക്ടറേറ്റ്, സ്പെഷ്യൽ ഡയറക്ടറേറ്റ്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. തിരുവനന്തപുരം എന്ന് പറയുന്നത് സെൻട്രൽ ആയതുകൊണ്ടാണ്, അതായത് കേരളയുടെ വാക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹവൽദാർ വെച്ച് നോക്കുമ്പോൾ കേരളയ്ക്ക് ഇപ്പോൾ എന്താണ്, CGSTയിൽ ഒരു വാക്കൻസിയെ പറയുന്നുള്ളൂ. ഹവൽദാറിൽ നമ്മുടെ കസ്റ്റംസിലാണെങ്കിൽ 12 വാക്കൻസിയാണ് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് പറയാൻ പറ്റത്തില്ല എവിടെയാണ് പോസ്റ്റിംഗ് വരുന്നതെന്ന്. ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളുണ്ട്, ഇത്രയും സ്ഥലങ്ങളിൽ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാക്കൻസി. എവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. മാക്സിമം നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയും എന്ത് ചെയ്യാറുണ്ട്, വാക്കൻസി റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതോർത്തൊന്നും ആരും എന്ത് ചെയ്യണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ടൈം എന്നാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം നിൽക്കുന്നത്. മാക്സിമം ടൈമിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക, പഠിക്കാനായിട്ട് നോക്കുക. പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നല്ല രീതിയിൽ പഠിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് ഏജ് ലിമിറ്റ് എത്രയാണ്, 1/8/2025 എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ് എടുക്കേണ്ടത്. 1/8/2025, 1/8/2025 നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് പറയുകയാണ് ഇവിടെ. 18 to 25 വയസ്സാണ് എന്തിന്, നോർമൽ ജനറൽ കാൻഡിഡേറ്റ്സിന് എന്താണ് വരുന്നത്, ഈ പറയുന്ന MTSന് വരുന്നത് 18 to 25 വയസ്സ്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായി നോക്കിക്കോളുക. 2/8/2000-നും 1/8/2007-നും ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്തിനു വേണ്ടി, MTSന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ നോർമൽ റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് ആണെങ്കിൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അടിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഹവൽദാർ പോസ്റ്റിനാണെങ്കിൽ എത്രയാണ്, 18 to 27 ഇയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SC STക്ക് വീണ്ടും എന്ത് വരും, +5 റിലാക്സേഷൻ വരും. OBCക്ക് ആണെങ്കിൽ +3 റിലാക്സേഷൻ വരും. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2/8/1998-നും 1/8/2007-നും ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹവൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് MTS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് വരുന്നത് എന്നാണെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി ചെക്ക് ചെയ്യുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നതും 1/8/2025 എന്ന് പറയുന്ന ഈ ടാർഗറ്റ്, ഈ ക്രൂഷ്യൽ ഡേറ്റ് അനുസരിച്ചിട്ടാണ്. ഈ ലൈൻ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 1/8/2025 നിങ്ങളുടെ വയസ്സ് എത്ര, നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഏതാണെന്നുള്ളൊരു കാര്യം. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ഫസ്റ്റ് മെട്രിക്കുലേഷൻ. കാരണം നിങ്ങൾ ഈ 1/8/2025 നിങ്ങളിപ്പോൾ 18 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി 10 പാസ്സായവരായിരിക്കണം. ആ 10ന്റെ സർട്ടിഫിക്കറ്റ്
കൃത്യമായിട്ട് കയ്യിലുണ്ടായിരിക്കണം. 10 മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഒരു ഇക്വലന്റ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് ബോർഡ്, റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏത് ബോർഡിൽ നിന്നുള്ള 10ന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, SSLC സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുക. കിട്ടുന്ന മാസം ഇനി വരാൻ പോകുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. അതിന് ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ദിശ അക്കാഡമിക്ക് തന്നെയാണ്. ഒരുപാട് MTS നമ്മുടെ CHSL CGL റിസൾട്ടൊക്കെ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ SSC MTSന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ദിശ ലേണിംഗ് ആപ്പിലാണ് വരുന്നത്. MTSന്റെ ഓൺലൈൻ കോഴ്സ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് അതിലേക്ക് കയറി, കാരണം നിങ്ങളുടെ ഇനിയുള്ള ടൈം നിങ്ങൾക്ക് മാക്സിമം അതിന് വേണ്ടിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഡെയിലി ഒരു 2 to 3 hours നിങ്ങൾ ഈ ഒരു ആപ്പിലും കൊടുത്ത് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് MTS നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്, നിങ്ങളെ കൊണ്ട് പറ്റും. ഈ ഒരു സ്റ്റേജിൽ നിന്ന് കടന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേജിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഗൈഡൻസ് ആർക്ക് തരാൻ പറ്റും? നമുക്ക് തരാനായിട്ട് പറ്റും. എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, ഇംഗ്ലീഷ് സ്പെഷ്യൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ മാത്സ്, റീസണിങ് എല്ലാത്തിൻ്റെയും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വിത്ത് മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കണമെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു സമയം വേസ്റ്റ് ചെയ്ത് കളയാണ്ടിരിക്കുക, നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടുള്ള പഠനം തുടരുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി അടുത്ത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സാണ് വരുന്നത്. സെലക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പേപ്പർ 1 എന്താണ്? CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതായത് 2 സെഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. 2 സെഷൻ ആണ് വരുന്നത്. 2 സെഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈം ലൈനിൽ 2 സെഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് എന്താണ്? മാത്സും റീസണിങ്ങുമാണ്. ഫസ്റ്റ് സെഷൻ മാത്സും റീസണിങ്ങും. അത് കഴിഞ്ഞ് സെക്കൻഡ് സെഷനിലാണ് GKയും ഇംഗ്ലീഷും വരുന്നത്. അതായത് നമ്മൾ പഠിക്കേണ്ടത് 4 സബ്ജക്റ്റ് ആണ്, പക്ഷെ നമ്മളെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? GKയും ഇംഗ്ലീഷും ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്ത PET ആണ്. PST അല്ല എന്ന് വെച്ചാൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും ആണ് വരുന്നത്. അതെന്താണ്? മാൻഡേറ്ററി ആർക്കാണ്? ഹവൽദാർ പോസ്റ്റിലേക്ക് ആപ്ലിക്ക് ചെയ്യുന്നത്. അതായത് ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഹവൽദാറിന് ക്വാളിഫൈ ആയ എല്ലാവരെയും എടുത്തും എന്ത് ചെയ്യാൻ പറയും? ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ പറയും. ചിലപ്പോൾ കുറച്ച് ദൂരെ ആയിരിക്കും, ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെന്നൈ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്? ഫിസിക്കൽ വരുന്നത്. നിങ്ങളുടെ ഹോം സ്റ്റേറ്റിൽ തന്നെ കിട്ടണമെന്നില്ല, കുറച്ച് ദൂരെ ആയിരിക്കും വരുന്നത്. അവിടെ പോയി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫിസിക്കൽ പാസ്സാവുക എന്നുള്ളൊരു കാര്യമുള്ളൂ. മറ്റൊരു ദിവസത്തേക്കായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനും എന്ത് ചെയ്യുക? എല്ലാവരും പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫൈ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കൃത്യമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പാസ്സാക്കി വിടും. ഓക്കെ, അതൊന്നും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ അല്ല. നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? MTSന്റെ എക്സാം പാറ്റേൺ. ഫസ്റ്റ് ടയർ എങ്ങനെ നമ്മൾ ക്വാളിഫൈ ചെയ്യും? ആകെ ഒരു ടയറേ ഉള്ളൂ. ആ ടയർ നമ്മൾ എങ്ങനെ ക്വാളിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഒരു മാർക്കിംഗ് സ്കീമും അതുപോലെ തന്നെ എക്സാം പാറ്റേണും കുറച്ച് ഡിഫറെൻ്റ് ആണ് ബാക്കി ഏതൊരു എക്സാമിനെ വെച്ച് നോക്കിയാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെഷൻ ഏതൊക്കെയാണ്? മാത്സും റീസണിങ്. ഇതാണ് സെക്കൻഡ് സെഷൻ. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും, GKയും ഇംഗ്ലീഷും. അപ്പോൾ നമുക്കറിയാം മാത്സ് റീസണിങ് ഇതെന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ക്വാളിഫയിങ് ആണ്. എന്താണ്? ക്വാളിഫയിങ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ മതി? ഒരു പാസ് മാർക്ക് മാത്രം മതി. അതായത് നമുക്കിപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഇവിടെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര മാർക്കിന്? 120 മാർക്കിന്. 40 ക്വസ്റ്റ്യൻസ് 120 മാർക്കിന്. എത്ര മാർക്കാണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യന്? 3 മാർക്കാണ്. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇല്ല. എന്തില്ല? നോ നെഗറ്റീവ് ആണ്. ഫസ്റ്റ് സെഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സെഷനിൽ വരുന്നത് 2 സബ്ജക്റ്റ്, മാത്സ് റീസണിങ്. 40 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് വെച്ച് 120 മാർക്ക്. നെഗറ്റീവ് ഇല്ല. ഇവിടെ നമുക്ക് ക്വാളിഫയിങ് ആണ് വേണ്ടത്. അതായത് 120-ന് ഏകദേശം 60 മാർക്ക് മേടിച്ചാലും, അല്ലെങ്കിൽ അതിൽ താഴെയാണ് പറയുന്നത് കേട്ടോ. ഒരു ഇത്ര മാർക്ക് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 40 എന്ന് പറയുന്ന ഒരു രീതിയിലാണ് മാർക്ക് പറയുന്നത്. എങ്കിലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ 120-ന് 60 മാർക്ക് മേടിച്ചാൽ മതി. ഓക്കെ, 60 മാർക്ക് മേടിച്ചാൽ തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഈവൻ നിങ്ങൾ ശ്രദ്ധിച്ചേ, നെഗറ്റീവ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് അടിച്ചായാലും നമുക്ക് കുറച്ചൊക്കെ ആൻസർ ചെയ്യാം. പിന്നെ റീസണിങ് ഉണ്ട്. റീസണിങ് തന്നെ അത്യാവശ്യം ഓക്കെ ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാത്സും എന്താണ്? നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ബേസ് ലൈൻ മാത്സ് ആണ് വരുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാൾ 10ാം ക്ലാസ് വരെ പഠിച്ച കുറേ സാധനങ്ങൾ തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ഒരു ഫ്രഷപ്പ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റണം.
അപ്പം നമ്മളൊരു മിനിമം എത്രയാണ് ഒരു 15 20 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം വേണം. ഒരു 20 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അപ്പോഴും നമുക്ക് അത്യാവശ്യം ക്വാളിഫയിങ് ആയിട്ടുള്ള മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ക്വാളിഫയിങ് ആണ്. ഇവിടെ നമ്മൾ വാരി വലിച്ച് ഇനിയിപ്പോൾ ഞാൻ 120-ന് 120 വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 120-ന് എനിക്ക് അവിടെ 120 ഉണ്ട്, അല്ലെങ്കിൽ 100-ന് മേളിൽ എനിക്ക് മാർക്കുണ്ട്, കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ പാസ് മാർക്ക് മാത്രം മതി. നിങ്ങളെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ സെക്കൻഡ് സെഷനാണ്. അതായത് 150 മാർക്കാണ്. ഈ മാർക്ക് നമുക്ക് എടുക്കൂല. നമ്മുടെ ഫൈനൽ ലിസ്റ്റ് ഇടുമ്പോൾ നമുക്ക് മാർക്ക് വരുന്നത് 150-നാണ്. ഈ 150-ന് നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചു എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് 50 ക്വസ്റ്റ്യൻസ് 150 മാർക്കിന് ഇൻറ്റു 3 ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? മാർക്ക് വരുന്നത്. ഇവിടെ എന്തുണ്ട്? പക്ഷേ നെഗറ്റീവ് ഉണ്ട്. എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. എത്ര മാർക്കിൻ്റെ നെഗറ്റീവാണ്? -1 ആണ്. 1 മാർക്കിൻ്റെ നെഗറ്റീവ് അവിടെ വരുന്നുണ്ട്. 3 മാർക്ക് ശരിയായ ആൻസറിനും 1 മാർക്ക് നെഗറ്റീവിനും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്ത് പാടില്ല? നമുക്ക് നെഗറ്റീവ് മാക്സിമം വരുത്താണ്ട് നോക്കിയാലേ പറ്റുള്ളൂ. കാരണം ഈ 150-ന് നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ പാസ് മാർക്ക് അല്ല വേണ്ടത്. ഇവിടെ നമുക്ക് നല്ല മാർക്ക് വേണം. എല്ലാവരും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷനാണ്. 2 സബ്ജക്റ്റ്. ആ 2 സബ്ജക്റ്റ് നമ്മൾ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. മെയിൻലി പറയുകയാണെങ്കിൽ 130+ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അത് സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു 10ാം ക്ലാസ് എക്സാമിനേഷനായിട്ട് ആരെ കാണരുത്? MTSനെ കാണരുത്. ഈസിയാണ്. നമ്മൾ പഠിക്കുകയാണ്. ഇംഗ്ലീഷ് കൃത്യമായി പഠിക്കുന്നു. GK ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന 120 എബോവ് സ്കോറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 130+ മാർക്ക് മേടിക്കാൻ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ ഇനിയുള്ള ദിവസം നമ്മൾ എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കിലേക്ക് എത്താനുള്ള ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് 2-നും 2 ടൈമിംഗ് തരും കേട്ടോ. ആ ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 45 മിനിറ്റ്, 3/4 മണിക്കൂറാണ് ഫസ്റ്റ് മാത്സും റീസണിങ്ങും ചെയ്യാൻ തരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ കാണാൻ പറ്റില്ല. അടുത്തടുത്ത് തന്നെ നിങ്ങൾക്ക് ഇറങ്ങി പോകാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂസ് 1.5 hours എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ഒരു 1.5 hours നിങ്ങൾക്ക് ആ റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ കാണും. പിന്നെ ആ സെഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 45 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല. അടുത്ത 45 മിനിറ്റിൽ ഇത് ഓപ്പൺ ചെയ്യും. ഈ ഓപ്പൺ ചെയ്തിട്ട് 45 മിനിറ്റ് ആകുമ്പോൾ ഇതും ക്ലോസ് ആകും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇറങ്ങി പോകാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരൊറ്റ സ്ട്രെച്ചിനിരുന്ന് ചെയ്യേണ്ട ഒരു എക്സാമിനേഷനാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഓക്കെ, അപ്പോൾ അത്രയും റിലാക്സബിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ അതിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുവേണ്ടി നിങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് MTSൻ്റെ എക്സാം പാറ്റേൺ വരുന്നത്. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരണം. ചുമ്മാ ഇരുന്നാൽ പാടില്ല. നിങ്ങൾ MTSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഇതൊന്നും അല്ല CGLൻ്റെയും CHSLൻ്റെയും ലെവൽ എന്ന് പറയുന്നത്. ഇതിനേക്കാളും ഒരുപാട് ഉയരെയാണ്. ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഈ ഒരു രീതിയിലെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഡെയിലി ഒരു 3 hours കൂടുതൽ, ഏകദേശം ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം പഠിച്ചിട്ടേ നിങ്ങൾ ഈ പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചെഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ വയസ്സ് പൊക്കോണ്ടിരിക്കുകയാണ്. ആ വയസ്സ് പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ഓരോ ചാൻസ് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നന്നായിട്ട് തന്നെ പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കോഴ്സൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്ത് ചെയ്യുക? സംസാരിക്കാവുന്നതാണ്. എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറിയാൻ വേണ്ടി ചോദിക്കാവുന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മറ്റ് വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ അടുത്ത ദിവസം വരും. എന്തെങ്കിലും നിങ്ങൾക്ക് കൺസേൺസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.